വെള്ളരിമഴയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ്. വെള്ളരിമഴയിലേക്ക് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നതും അല്ലേ സുരേഷ് സാർ, ഇഞ്ചക്കാട് ബാലേന്ദ്രൻ സാറിനെ പറ്റിയായിരുന്നു. അദ്ദേഹം ഉന്നയിച്ചൊരു വലിയ പാരിസ്ഥിതിക ചോദ്യമുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ അതോ മറ്റൊരു ഗ്രഹങ്ങളിൽ നമുക്ക് ചേക്കേറേണ്ടി വരുമോ എന്നാണ്. പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശാസ്താംകോട്ട കായലാണ്, ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമല്ലേ ശാസ്താംകോട്ട കായൽ? അതെ. ഈ കായലിന്റെ സംരക്ഷണം, അതിന് വിവിധ മാർഗങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. കേരളത്തെ പിടിച്ചുലച്ച ഒരുപാട് പ്രക്ഷോഭങ്ങൾ, നമ്മൾ സത്യാഗ്രഹ പന്തൽ കെട്ടി മാസങ്ങളോളം ഇരുന്ന സമര പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സുമേഷ് സാർ ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ഈ ശോചനീയാവസ്ഥ ഇന്നും നിലനിൽക്കുന്നത്? സാർ വളരെ ശരിയാണ് സാറ് പറഞ്ഞത്. കാരണം ശാസ്താംകോട്ട കായൽ എന്ന് പറയപ്പെടുന്ന ഒരു കായൽ മുത്തശ്ശിയാണ്. കായൽ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ കുന്നുകൾക്ക് നടുവിൽ ജനിച്ച കായൽ മുത്തശ്ശി. ഈ കായൽ മുത്തശ്ശിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതുവരെ വേനലാകുമ്പോൾ നാക്ക് പറ്റുന്ന ഒരു കായൽ മുത്തശ്ശി, വർഷകാലമാകുമ്പോൾ നന്നായി നിറഞ്ഞ എല്ലാവർക്കും മുലചുരുത്തുന്ന കായൽ മുത്തശ്ശി. പക്ഷേ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, അത് ഏതുമായിക്കോട്ടെ, എന്തെല്ലാം ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം സേവന പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് എനിക്ക് സുരേഷ് സാറിനോട് ചോദിക്കാനുണ്ട്. കേരളത്തിലെ ശുദ്ധജല തടാകം സാറിന്റെ കാമുകി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ശുദ്ധജല തടാകം സംരക്ഷിക്കുക. ഒരു ചുവന്ന കൊടി പിടിച്ച പ്രസ്ഥാനത്തിൽ നിന്നും മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക്, പാളയത്തിലേക്ക് പോയപ്പോൾ സ്വാഭാവികമായും ദുഃഖം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാഗ്രഹിക്കുന്ന ഒരു സംരക്ഷണം നടന്നുകൊണ്ടെന്ന് ചോദിച്ചാൽ പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ശാസ്താംകോട്ട കായലാണ്, ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമല്ലേ ശാസ്താംകോട്ട കായൽ? അതെ. ഈ കായലിന്റെ സംരക്ഷണം, അതിന് വിവിധ മാർഗങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. ഒരുപാട് പ്രക്ഷോഭങ്ങൾ നമ്മൾ നടത്തുകയുണ്ടായി. കേരളത്തെ പിടിച്ചുലച്ച ഒരുപാട് പ്രക്ഷോഭങ്ങൾ, നമ്മൾ സത്യാഗ്രഹ പന്തൽ കെട്ടി മാസങ്ങളോളം ഇരുന്ന സമര പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് സുമേഷ് സാർ ഈ ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിന്റെ ഈ ശോചനീയാവസ്ഥ ഇന്നും നിലനിൽക്കുന്നത്? സാർ വളരെ ശരിയാണ് സാറ് പറഞ്ഞത്. കാരണം ശാസ്താംകോട്ട കായൽ എന്ന് പറയപ്പെടുന്ന ഒരു കായൽ മുത്തശ്ശിയാണ്. കായൽ മുത്തശ്ശി എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് തെറ്റ് പറയാൻ കഴിയില്ല. കാരണം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ കുന്നുകൾക്ക് നടുവിൽ ജനിച്ച കായൽ മുത്തശ്ശി. ഈ കായൽ മുത്തശ്ശിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇതുവരെ വേനലാകുമ്പോൾ നാക്ക് പറ്റുന്ന ഒരു കായൽ മുത്തശ്ശി, വർഷകാലമാകുമ്പോൾ നന്നായി നിറഞ്ഞ എല്ലാവർക്കും മുലചുരുത്തുന്ന കായൽ മുത്തശ്ശി. പക്ഷേ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ, അത് ഏതുമായിക്കോട്ടെ, എന്തെല്ലാം ചെയ്തു അല്ലെങ്കിൽ എന്തെല്ലാം സേവന പദ്ധതികൾ ആവിഷ്കരിച്ചു എന്ന് എനിക്ക് സുരേഷ് സാറിനോട് ചോദിക്കാനുണ്ട്. ശാസ്താംകോട്ട ഈ ശുദ്ധജല തടാകത്തിന് ചുറ്റും പ്രധാനമായി അതിന്റെ 3 വശങ്ങളിലും വലിയ നെൽപ്പാടങ്ങളായിരുന്നു, അല്ലേ? പാടശേഖരങ്ങളായിരുന്നു. പാടശേഖരം എന്ന് പറഞ്ഞാൽ പ്രധാനമായും ജലത്തിന്റെ ഉറവയാണ്. ഈ ഉറവ വറ്റിച്ച്, ശരിക്കും ഈ ഉറവ വറ്റിച്ചാണ് യഥാർത്ഥത്തിൽ ഈ കായലിലേക്കുള്ള ഉറവ വറ്റിക്കുകയോ ഉറവ നശിപ്പിക്കുകയോ ചെയ്ത് മണ്ണ് ഇട്ട് ഈ ജലാശയ ഈ നെൽവ് പാടങ്ങൾ നികത്തുന്നത് വഴിയാണ് യഥാർത്ഥത്തിൽ എന്ത് പറ്റിയത്? ഈ ജലസ്രോതസ്സിലേക്ക്, നമ്മുടെ തടാകത്തിലേക്ക് കണ്ണുകൾ തുറക്കാത്തത് കൊണ്ടാണ് വെള്ളം വരാത്തത്. തീർച്ചയായിട്ടും ഉറവയാണ് പ്രധാനമായും വേണ്ടത്. ഉറവ നശിപ്പിച്ചു കളഞ്ഞു.
ഇല്ല എങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് സുരേഷ് സാറിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മാറി വരുന്ന ഗവൺമെന്റുകൾ എന്തുകൊണ്ടാണ് ഈ കണ്ണികൾ തുറക്കാത്തതും വയലേലകൾ നികത്തുന്നതും അതിന് പ്രോത്സാഹിപ്പിക്കുന്നതും? അതിന് തദ്ദേശീയ ഭരണകൂടങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും കൂട്ടു നിൽക്കുന്നുണ്ട്. തദ്ദേശ ഭരണ സംവിധാനങ്ങൾ മാത്രമല്ല, നമ്മുടെ റവന്യൂ അധികാരികൾ അവരൊക്കെ തന്നെ കൂട്ടു നിൽക്കുന്നതാണോ ഇനി ഇവരറിയാതെ തന്നെ പലപ്പോഴും ഈ പാടശേഖരം നാം ഇതിനകത്തൊന്നും എസ്കേപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം കായലില്ലെങ്കിൽ ജലമില്ല. പലപ്പോഴും ഇതെല്ലാം കായല് വറ്റുമ്പോൾ എല്ലാവരും വരുന്നു, കായല് നിറയുമ്പോൾ എല്ലാവരും എത്തുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ദാറ്റ് മീൻസ് പിന്നെ പെർമനന്റ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറയവരെ, അവർ മാറി മാറി പോകുന്നു, ട്രാൻസ്ഫർ ആവുന്നു. അപ്പോൾ ആർക്കാണ് ഇവിടെ ഉത്തരവാദിത്വം? കായലിനോട്, പരിസ്ഥിതിയോട്. കായലിന്റെ തീരം തന്നെ നോക്കൂ, മൊത്തം ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റി എത്രയോ ആൾക്കാരാണ് അവിടെ വരുന്നത്. പക്ഷെ അവർ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ അത് ശേഖരിക്കാൻ ഹരിതകർമ്മ സേന എത്രത്തോളം ഊർജ്ജസ്വല ആകുന്നു എന്നറിയില്ല. ഞാൻ അവരെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അവർക്ക് പോലും കഴിയാത്ത തരത്തിൽ അവിടെ മാലിന്യം കൂടുകയാണെങ്കിൽ അടുത്ത ഒരു പെരുമഴക്കാലം ഉണ്ടായാൽ ഇതെല്ലാം കായലിലേക്കാണ് പോകുന്നത്. സുരേഷ് സാർ, ഈ ജലസ്രോതസ്സുകളെ ശുദ്ധമായി തന്നെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന ഒരു പാരിസ്ഥിതിക ബോധം, അതുമല്ല എങ്കിൽ ഒരു പൗരബോധം നമ്മുടെ കേരളത്തിലെ ജനതകൾക്ക് വേണ്ടേ? എന്തുകൊണ്ടാണ് ഈ പൗരബോധവും പാരിസ്ഥിതിക ബോധവും കേരളത്തിലെ ജനതയ്ക്ക് നഷ്ടമാവുന്നതും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുളങ്ങളിലേക്കും കായലുകളിലേക്കും വലിച്ചെറിയുന്നതും? അതെന്തുകൊണ്ടാണ്? അപ്പൊ ഈ സ്രോതസ്സുകളെ പറ്റി പറയുമ്പോൾ സാർ എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ശരി, ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പ്രേക്ഷകർക്ക് ഒരു ചോദ്യം കൊടുക്കാം. ആയിക്കോട്ടെ, ചോദ്യം തീർച്ചയായിട്ടും വേണം. കാരണം പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അവർക്കൊരു ചോദ്യം. സമ്മാനങ്ങൾ ഉണ്ടല്ലോ, സമ്മാന പെരുമഴയാ. കേരളത്തില് എത്ര ശുദ്ധജല തടാകമുണ്ട്? ഇത് രണ്ടാമത്തെ ചോദ്യമാണ് സുരേഷ് സാർ പറഞ്ഞത്. കേരളത്തിൽ എത്ര ശുദ്ധജല തടാകങ്ങളുണ്ട് എന്നാണ് സുരേഷ് സാർ ചോദിച്ചത്. 2 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ 3 ചോദ്യങ്ങളും ബാക്കിയുണ്ട്. അതിൻ്റെ ഉത്തരത്തിന് വേണ്ടിയും ചോദ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളും കാത്തിരിക്കുകയാണ്. ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കണം. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർത്താ ചാനൽ മാത്രമാണ്.